ഹജ്ജ് കർമ്മത്തിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള തിരിച്ചറിയൽ രേഖയായ നുസുഖ് കാർഡിന്റെ വിതരണം സൗദി അറേബ്യയിൽ ആരംഭിച്ചു. തീർത്ഥാടകരുടെ വ്യക്തിഗത വിവരങ്ങൾ, താമസ സ്ഥലം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ കാർഡ്. ഹജ്ജ് പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ഇത് നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. തീർത്ഥാടകരുടെ പേര്, ഹജ്ജ് സർവീസ് കമ്പനിയുടെ വിവരങ്ങൾ, മക്കയിലെയും മദീനയിലെയും താമസവിലാസം എന്നിവയെല്ലാം കാർഡിലുണ്ടാകും. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തീർത്ഥാടകരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സുരക്ഷ ഉറപ്പാക്കാനും ഈ കാർഡ് സഹായകമാകും. ഡ്യൂപ്ലിക്കേഷൻ തടയുന്നതിനായി ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് കാർഡുകൾ നിർമ്മിക്കുന്നത്. ഇതിനായി സൗദിയിൽ പ്രത്യേക ഫാക്ടറികൾ സജ്ജീകരിച്ചിട്ടുമുണ്ട്. വിദേശ തീർത്ഥാടകർക്ക് സൗദിയിലെത്തിയ ശേഷം അവരുടെ ഹജ്ജ് സർവീസ് കമ്പനികൾ വഴിയാണ് നുസുഖ് കാർഡ് വിതരണം ചെയ്യുന്നത്. ആഭ്യന്തര തീർത്ഥാടകർക്ക് ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ സേവന കമ്പനികൾ വഴി കാർഡ് ലഭ്യമാക്കും. ഇതുവരെ ഏകദേശം 1.5 ലക്ഷത്തോളം നുസുഖ് കാർഡുകൾ വിതരണം ചെയ്തതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഹജ്ജ് തീർത്ഥാടകർ എത്തിച്ചേരുന്നതിന് മുന്നോടിയായി മക്കയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉംറ വിസയിൽ എത്തിയവർക്ക് സൗദി അറേബ്യയിൽ തങ്ങാനുള്ള അവസാന തീയതി അടുത്ത ചൊവ്വാഴ്ചയാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യം വിട്ടുപോകാത്തവർക്ക് 50,000 റിയാൽ പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകളുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തീർത്ഥാടകരുടെ സുരക്ഷയും സേവനങ്ങളും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹജ്ജിന് മുന്നോടിയായി നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. സൗദിയിലുള്ളവർക്ക് പോലും പെർമിറ്റില്ലാതെ നിലവിൽ മക്കയിലേക്ക് പ്രവേശനമില്ല. വിദേശത്തു നിന്നെത്തിയ ഉംറ തീർത്ഥാടകർ ചൊവ്വാഴ്ചയോടെ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകും. ഏപ്രിൽ 29 മുതൽ സന്ദർശക വിസയിലുള്ളവർക്കും ഉംറ വിസയിലുള്ളവർക്കും മക്കയിൽ താമസിക്കാനാവില്ല. ചൊവ്വാഴ്ചയാണ് ആദ്യ സംഘം ഹാജിമാർ മദീനയിലെത്തുക. പണം ഞങ്ങൾ തരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരും ഇതോടൊപ്പം എത്തും. ഇതോടെ മക്കയും മദീനയും വിശ്വാസികളാൽ നിറയും. Alhamdulillah.